നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര വേദവ്യാസ വിദ്യാപീഠത്തിൽ ഗുരുപൂജ മഹോത്സവം സംഘടിപ്പിച്ചു. ബ്രഹ്മകുമാരി രമ്യ സിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര വേദവ്യാസ വിദ്യാപീഠത്തിൽ നടന്ന ശ്രീ ഗുരുപൂജ മഹോത്സവം ബ്രഹ്മകുമാരി രമ്യ സിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അജ്ഞാനത്തെ അകറ്റി ജ്ഞാനം പകരുന്ന ഗുരുപരമ്പരയിൽ മുഖ്യമായ സ്ഥാനമാണ് മഹർഷി വേദവ്യാസന്റേതെന്നും മഹർഷിയുടെ ജന്മദിനം ഗുരുപരമ്പരയെ സ്മരിക്കാനുള്ള പുണ്യദിനമാണെന്നും ഉദ്ഘാടന ഭാഷണത്തിൽ അവർ പറഞ്ഞു. ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് അന്യം നിൽക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയിൽ ഗുരുവന്ദനം, ഗുരുത്വം, ഒരാളെ ഗുരുത്വം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ആശ്രയത്വം, വിധേയത്വം, നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയില്ലേ ഗുരുത്വം ഉള്ളവരായിരിക്കുക. അർത്ഥം നമ്മൾ ഏത് ഫീൽഡിൽ പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ഏത് മേഖലയിലായാലും നമ്മൾക്ക് ഉന്നതി ഉണ്ടാവണമെങ്കിൽ, വളർച്ച ഉണ്ടാവണമെങ്കിൽ, സമ്പന്നത ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വഴികളിൽ ഉടനീളം ഗുരുത്വം ഉണ്ടായിരിക്കണം. ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കായാലും ഗുരുത്വം ഇല്ലെങ്കിൽ വളരാൻ കഴിയില്ല. ഇന്നത്തെ ആഷാഢമാസത്തിലെ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായ പൂർണിമ അല്ലെങ്കിൽ പൂർണ്ണത എന്നുള്ള വാക്കുപോലെ തന്നെ ഒരു ഗുരുവിലൂടെ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമ്മൾക്ക് ഗുരുവിനെ ആവശ്യമാണ്. പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമനും ഗുരുക്കന്മാരുണ്ടായിരുന്നു. പിന്നീടുള്ള പരമ്പര നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാരും ഒരു തീരുമാനം എടുത്താൽ അതിൽ അന്തിമ തീരുമാനം ഒരു ഗുരുവിൻ്റെതായിരുന്നു. ഗുരു വേണ്ടെന്ന് പറഞ്ഞാൽ രാജാവ് ആ തീരുമാനം മാറ്റിവെക്കുമായിരുന്നു. പുരാതന കാലത്ത് ഗുരുക്കന്മാർക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കായിരുന്നു. ഇത്രയും ഇവിടെ കേട്ട ഇത്രയും നേരമുള്ള കീർത്തനം പോലെ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറയുന്ന പോലെ എല്ലാ ഗുരുക്കന്മാരുണ്ടെങ്കിലും പരമഗുണീയനായ ഒരു ഗുരു. വിദ്യാലയ സമിതി പ്രസിഡന്റ് PC സുരേന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടിയിൽ വേദവ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പാൾ പ്രമോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആഷാഢമാസത്തിലെ പൗർണമിയാണ്. ഈ ആഷാഢമാസത്തിലെ പൗർണമിയിലാണ് വേദവ്യാസന്റെ ജന്മം. ആ ജന്മദിനം ലോകമൊട്ടാകെ ഗുരു പൂജാ ദിനമായി ആഘോഷിക്കുകയാണ്. പാരമ്പര്യത്തെ മറന്ന ഒരു രാഷ്ട്രവും മുന്നോട്ട് പോയിട്ടില്ല. ഇനി ലോകത്തുള്ള ഏത് രാഷ്ട്രത്തെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ പാരമ്പര്യത്തിൽ അടിയുറച്ചത് കൊണ്ട് മാത്രം ലോകത്ത് അറിയപ്പെടുന്നവരാണ്. ഇന്ന് ലോക ഗുരുവാണ് ഭാരതം അറിയപ്പെടുന്ന സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ്. ഇസ്രയേലികൾ കണ്ടില്ലേ, ഇന്ന് ലോകത്തെ വർദ്ധിപ്പിക്കുന്ന ഇസ്രയേലികൾ അവരവരുടെ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇത്തരത്തിൽ പാരമ്പര്യത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രത്തിന് ശക്തി നൽകുന്നത് ഗുരു പരമ്പരകളാണ്. ഭാരതത്തിന് അതിൻ്റെതായ ഗുരു പാരമ്പര്യമുണ്ട്. ക്ഷേമസമിതി പ്രസിഡന്റ് പ്രസൂൺ കല്ലോട്, മാതൃഭാരതി വൈസ് പ്രസിഡന്റ് ബിന്ദു, ശിശുവാടിക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രുതി രാഗേഷ് എന്നിവർ സംസാരിച്ചു. സമൂഹത്തിന് മാതൃകകളായ 5 ഗുരുക്കന്മാരെ ആദരിക്കുകയും ചെയ്തു. ആധ്യാത്മിക രംഗത്തെ നിറശോഭയായി വിരാജിക്കുന്ന ബ്രഹ്മകുമാരി രമ്യ സിസ്റ്റർ മാതൃകാ കർഷകനുള്ള അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്നും കരസ്ഥമാക്കിയ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ കല്ലോട് കീഴനത്ത് കുഞ്ഞിരാമൻ,
ഇംഗ്ലീഷ് സാഹിത്യ രംഗത്തെ അധികായനും ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് പരിഭാഷാ രചയിതാവുമായ പ്രകാശ് മേനോൻ സാമൂഹ്യ സേവന രംഗത്ത് സ്വന്തമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുകയും ഒരു നാടിനെയാകെ ആധ്യാത്മിക മാർഗത്തിലൂടെ നയിക്കുന്നതിൽ പ്രേരണാദായകനുമായ ഭാസ്കരൻ കോട്ടിലോട്ട് വേദവ്യാസ വിദ്യാലയം പേരാമ്പ്രയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പ്രേമ ടീച്ചർ എന്നീ പ്രഗത്ഭരായ ഗുരുക്കന്മാരെ ആരതിയൊഴിഞ്ഞും പാദപൂജ ചെയ്തും പൊന്നാടയണിയിച്ചും ആദരിച്ചു. വികാരനിർഭരമായ വാക്കുകളിലൂടെ ഗുരുക്കന്മാർ മറുമൊഴി നൽകി. വിദ്യാലയ സമിതി സെക്രട്ടറി അമരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ദീപ NS നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.